രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. എല്ലാവർക്കും നമസ്കാരം. യുദ്ധകാണ്ഡത്തിൽ വിഭീഷണ രാജ്യാഭിഷേകം മുതൽ അയോധ്യ പ്രവേശം വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. വിഭീഷണൻ മുനിശ്രേഷ്ഠന്മാരുമൊത്ത് ചന്ദനം, സുഗന്ധദ്രവ്യങ്ങൾ മുതലായവ കൊണ്ട് ചിതയൊരുക്കി വസ്ത്രം, മാല, ആഭരണങ്ങൾ മുതലായവ കൊണ്ട് രാവണന്റെ ദേഹം അലങ്കരിച്ച് വാദ്യഘോഷങ്ങൾ മുഴക്കിക്കൊണ്ട് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്നത് പോലെ രാവണദേഹം ദയിപ്പിച്ച് വിഭീഷണൻ തൻ്റെ ജ്യേഷ്ഠന് ഉദയക്രിയ ചെയ്തു. സ്ത്രീകളെയെല്ലാം ആശ്വസിപ്പിച്ച് വിഭീഷണൻ ചെന്ന് ശ്രീരാമനെ നമസ്കരിച്ചു. മാതലി ശ്രീരാമനെ വന്ദിച്ചിട്ട് ദേവലോകത്തേക്ക് പോയി. യുദ്ധം കണ്ടുകൊണ്ടിരുന്നവരെല്ലാം അവരവരുടെ വസതികളിലേക്ക് മടങ്ങി. ലക്ഷ്മണനോട് രാമൻ പറഞ്ഞു, രാക്ഷസശ്രേഷ്ഠനായ വിഭീഷണന് ഞാൻ നൽകിയ രാജ്യത്തിലെത്തി അവന് രാജ്യാഭിഷേകം നടത്തുക. ഇത് കേട്ട് കപിശ്രേഷ്ഠന്മാർ, ശേഷിച്ച രാക്ഷസന്മാർ എന്നിവരോടുകൂടി സമുദ്രജലം തുടങ്ങിയ തീർത്ഥങ്ങൾ സ്വർണ്ണകുടത്തിലെടുത്തു പൂജിച്ച് വാദ്യഘോഷത്തോടെ കൊണ്ടുവന്ന് വിഭീഷണനെ അഭിഷേകം കഴിപ്പിച്ചു. ഭൂമിയും സൂര്യചന്ദ്രന്മാരും രാമകഥയുമുള്ള കാലം വരെ വിഭീഷണൻ രംഗാധിപതിയായി വാഴട്ടെ എന്ന് അനുഗ്രഹിച്ചു. കിരീടം മുതലായ അലങ്കാരങ്ങൾ വിഭീഷണനെ അണിയിച്ചു. ദാനങ്ങൾ നടത്തി പൂജനായ വിഭീഷണന് രാജ്യവാസികൾ ധാരാളം കാഴ്ചവസ്തുക്കൾ സമർപ്പിച്ചു. ഇതെല്ലാം എടുപ്പിച്ച് വിഭീഷണൻ ശ്രീരാമന്റെ കാൽക്കൽ കൊണ്ടുവച്ച് സസന്തോഷം അഭിവാദ്യം ചെയ്തു. വിഭീഷണന്റെ സന്തോഷത്തിനു വേണ്ടി ശ്രീരാമൻ അതെല്ലാം സ്വീകരിച്ചു. ഇപ്പോൾ ഞാൻ കൃതകൃത്യനായി എന്ന് ശ്രീരാമൻ പറഞ്ഞു. തൻ്റെ മുമ്പിൽ വിനയത്തോടെ വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ സന്തോഷപൂർവ്വം ആലിംഗനം ചെയ്തുകൊണ്ട് ശ്രീരാമൻ അരുളി ചെയ്തു, നമുക്ക് ചിന്തിച്ചതെല്ലാം ലഭിച്ചു. നിന്റെ സഹായം കൊണ്ടാണ് ഞാൻ ഉത്സാഹത്തോടെ രാവണനെ വധിച്ചത്. വിഭീഷണനെ ലങ്കയിലെ രാജാവായി അഭിഷേകവും ചെയ്തു. ഇനി സീതാ സ്വീകാരം. അനന്തരം ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞു, നീ ലങ്കാപുരിയിൽ പോയി വിഭീഷണന്റെ അനുവാദത്തോടെ സീതയോട് രാവണവധം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയിക്കണം. അത് കേൾക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന ഭാവഭേദവും അവൾ പറയുന്ന വാക്കുകളും ശ്രദ്ധിച്ച് മനസ്സിലാക്കി എന്നോട് വന്ന് പറയണം. ഇത് കേട്ട് ഹനുമാൻ ലങ്കയിലെത്തി. രാക്ഷസന്മാർ ഹനുമാനെ സസന്തോഷം സ്വീകരിച്ച് സൽക്കരിച്ചു. സന്തുഷ്ടനായ ഹനുമാൻ ശ്രീരാമന്റെ പാദകമലങ്ങൾ ധ്യാനിച്ചിരിക്കുന്ന സീതാദേവിയെ നമസ്കരിച്ചു. സീതയുടെ മുഖപ്രസാദം കണ്ടിട്ട് ഹനുമാൻ എല്ലാ കാര്യവും പറയാൻ തുടങ്ങി. ലക്ഷ്മണൻ, വിഭീഷണൻ, സുഗ്രീവൻ, മറ്റു വാനരന്മാർ എന്നിവരോടുകൂടി നടത്തിയ യുദ്ധത്തിൽ ശ്രീരാമൻ രാവണനെ വധിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു. ഈ വിവരം ഭൗതിയെ അറിയിക്കാൻ സന്തുഷ്ടനായ ശ്രീരാമൻ എന്നെ അയച്ചിരിക്കുകയാണ്. ഹനുമാന്റെ വാക്കുകൾ കേട്ട സീതാദേവിക്കുണ്ടായ സന്തോഷം എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ നോക്കിയില്ല. തൊണ്ടയിടറിക്കൊണ്ട് സീതാദേവി പറഞ്ഞു, വാനരശ്രേഷ്ഠ, ഞാൻ എന്താണ് പറയേണ്ടത്? നീ തന്നെ പറയൂ. ഭർത്താവിനെ കാണാനുള്ള വഴി എന്താണ്? എത്ര കാലം ദുഃഖത്തോടെ ഞാൻ കഴിയണം? അദ്ദേഹത്തെ എത്രയും നേരത്തെ കാണാനുള്ള അവസരമുണ്ടാക്കണം. ഇനിയും കാത്തിരിക്കാൻ എനിക്ക് ധൈര്യമില്ല. സീത പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹനുമാൻ ചെന്ന് ശ്രീരാമനെ അറിയിച്ചു. അല്പസമയം ചിന്തിച്ചിട്ട് ശ്രീരാമൻ സസന്തോഷം വിഭീഷണനോട് പറഞ്ഞു, നീ വേഗം പോയി സീതയെ ഇവിടെ വരുത്തുക. എന്നെ കാണാഞ്ഞതുകൊണ്ട് ദുഃഖമുണ്ടത്രേ. കുളിപ്പിച്ച് ദിവ്യവസ്ത്രങ്ങളും ആഭരണങ്ങളും അണിയിച്ച് സുഗന്ധദ്രവ്യങ്ങൾ പൂശി മനോഹരമായ പല്ലക്കിലേറ്റി വേഗം എൻ്റെ മുന്നിൽ എത്തിക്കുക. ഹനുമാനോടൊത്ത് വിഭീഷണൻ അശോകവനികയിലെത്തി. വൃദ്ധസ്ത്രീകളെ കൊണ്ട് സീതയെ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി പല്ലക്കിലേറ്റി ആഘോഷപൂർവ്വം കൊണ്ടുവന്നപ്പോൾ സീതയെ കാണാൻ വാനരന്മാർ തിക്കിത്തിരക്കി ബഹളമുണ്ടാക്കി. തിരക്കൊഴിവാക്കാൻ ചുരൽ വടി കയ്യിലേന്തിയ നിയമപാലകർ അവരെ അകറ്റി. ഇത് കണ്ട് കരുണാമയനായ ശ്രീരാമൻ വിഭീഷണനോട് പറഞ്ഞു, എന്തടോ, വാനരന്മാരെ ഉപദ്രവിക്കാൻ ഞാൻ പറഞ്ഞോ? ഇവർ ജാനകി ദേവിയെ കണ്ടാൽ എന്താണ് ദോഷം? പറയൂ. മക്കൾ അമ്മയെ ചെന്ന് കാണുന്നത് പോലെ ഇവരെല്ലാം സീതാദേവിയെ പോയി കാണട്ടെ. സീത നടന്ന് എൻ്റെ മുമ്പിൽ വരട്ടെ. അതിലെന്താണ് ദോഷം? ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി മുമ്പ് നിർമ്മിക്കപ്പെട്ട മായാസീതയുടെ മനോഹരമായ രൂപം കണ്ട് കുപിതനായ ശ്രീരാമൻ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള, അതായത് പറയാൻ പാടില്ലാത്ത പല വാക്കുകളും പറഞ്ഞു. പെട്ടെന്ന് മായാസീത ലക്ഷ്മണനോട് ദുഃഖത്തോടെ പറഞ്ഞു, എൻ്റെ ഭർത്താവിനും മറ്റു ലോകവാസികൾക്കും എൻ്റെ ചാരിത്രത്തിൽ വിശ്വാസമുണ്ടാകുന്നതിന് വേണ്ടി അഗ്നിപരീക്ഷയ്ക്ക് ഞാൻ തയ്യാറാണ്. അതിനുവേണ്ടി തീക്കുണ്ടം തയ്യാറാക്കുക. അതിൽ ചാടാൻ എനിക്ക് ഒരു പ്രയാസവുമില്ല. ശ്രീരാമൻ്റെ പ്രസന്ന മുഖം കണ്ട് സംഭ്രമത്തോടെ ലക്ഷ്മണൻ വാനരന്മാരുടെ സഹായത്തോടെ ഹോമകുണ്ടം തയ്യാറാക്കി. അഗ്നി ജ്വലിപ്പിച്ചിട്ട് ശ്രീരാമൻ്റെ സമീപം ചെന്ന് നിന്നു. സീത സന്തോഷപൂർവ്വം ഭർത്താവിനെ കൂപ്പുകൈയോടെ 3 തവണ പ്രദക്ഷിണം നടത്തി. ദേവന്മാർ, ബ്രാഹ്മണശ്രേഷ്ഠർ, താപസന്മാർ എന്നിവരെയും അഗ്നിയെയും വണങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞു,
ഭർത്താവിനെ അല്ലാതെ മറ്റൊരാളെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സകലതിനും സാക്ഷിയായ അങ്ങ് ഇപ്പോൾ സത്യം വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നിയെ 3 വലം വെച്ച് ഒട്ടും ഭയം കൂടാതെ തീയിലേക്ക് ചാടി. ഈ കാഴ്ച കണ്ട് ഇന്ദ്രാദികൾ അത്ഭുതപ്പെട്ടു. ലോകം നിശ്ചലമായി. ഇന്ദ്രൻ, കാലൻ, യമൻ, വരുണൻ, വായു, മറ്റു ദേവന്മാർ, കുബേരൻ, ശിവൻ, ബ്രഹ്മാവ്, സുന്ദരികളായ അപ്സരസ്ത്രീകൾ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, കിംപുരുഷന്മാർ, നാഗങ്ങൾ, പുതുക്കൾ, മുനികൾ, ചാരണന്മാർ, ഗുഹ്യകന്മാർ, സിദ്ധന്മാർ, സാധ്യന്മാർ, നാരദൻ, തുമ്പുരു മുതലായവരും മറ്റു വിമാനചാരികളും എല്ലാം ശ്രീരാമൻ ഇരിക്കുന്ന പ്രദേശത്തിന് ചുറ്റും വന്നുകൂടി. ശ്രീരാമൻ എല്ലാവരെയും വണങ്ങി പരമാത്മസ്വരൂപമായ ശ്രീരാമേന്ദ്രനെ സ്നേഹത്തോടെ എല്ലാവരും പുകഴ്ത്തി. എല്ലാ ലോകങ്ങളുടെയും സൃഷ്ടികർത്താവായ അങ്ങ് സകലതിനും സാക്ഷിയാണ്. അങ്ങ് അജ്ഞാനരൂപനും അജ്ഞാനനാശകനുമാണ്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവും അഷ്ടവസ്തുക്കളിൽ 8-മനും അവിടുന്ന് തന്നെ. ലോകത്തിൻ്റെ ആദിയും മധ്യവും അന്തവും എല്ലാം ഏകനും സത്യസ്വരൂപനുമായ ഭഗവാനാണ്. അങ്ങയുടെ കാതുകൾ അശ്വനീദേവകളും കണ്ണുകൾ ആദിത്യനും ചന്ദ്രനുമാണ്. ശുദ്ധനും നിത്യനും അദ്വൈനുമായി മുക്തനാണ് അവിടുന്ന്. നിന്റെ മായയിൽ മൂടിക്കിടക്കുന്നവർ നിന്നെ സാധാരണ മനുഷ്യനായിട്ടാണ് കരുതുന്നത്. നിന്റെ നാമം സ്മരിക്കുന്നവരുടെ ഉള്ളിൽ ആത്മബോധം പ്രകാശിക്കും. ദുഷ്ടനായ രാവണൻ ഞങ്ങളുടെ സ്ഥാനങ്ങളെല്ലാം നിർദ്ദയം കൈയടക്കി. നീ ഇന്ന് അവനെ നശിപ്പിച്ചു, അതായത് വധിച്ചു. ഇനി നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് സുഖമായി കഴിയാം. ദേവന്മാർ ഇങ്ങനെ വാഴ്ത്തിയപ്പോൾ ബ്രഹ്മാവ് ശ്രീരാമചന്ദ്രനെ ഇങ്ങനെ സ്തുതിച്ചു. പരമാനന്ദമയവും അദ്വയവുമായ അങ്ങയുടെ പാദം ഞാൻ വന്ദിക്കുന്നു. സകലതിൻ്റെ നിലനിൽപ്പിനും സകല സ്തുതികൾക്കും വിഷയവും കാരണമായ ആ പാദങ്ങൾ ഞാൻ വണങ്ങുന്നു. അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതനും ചിത്തസത്താമാത്രനും അദ്വൈനുമായ ഈശ്വരനെ ഞാൻ വന്ദിക്കുന്നു. സകല ഹൃദയങ്ങളിലും സ്ഥിതി ചെയ്യുന്നവനും സർവജഗന്മയനും സകല ലോകപ്രിയനും സർവജ്ഞനും അത്ഭുതകാരനുമായ അങ്ങയെ ഞാൻ വണങ്ങുന്നു. രത്നകിരീടമണിഞ്ഞ് സൂര്യന് തുല്യമായ ശോഭയോടുകൂടിയവനായിരിക്കുന്ന അങ്ങ് കാരുണ്യ സമുദ്രമായ രഘുനാഥനാണ്. ലക്ഷ്മീകാന്തനും രാജരാജേന്ദ്രനും രാക്ഷസന്മാരുടെയും രാവണന്റെയും അന്തകനും അത്രേ. രാജീവനേത്രനും മായയ്ക്ക് അതീതനും ജന്മരഹിതനും മായാമയനും മനുനായകനും മായാരഹിതനും മധുവൈരിയും മനുഷ്യനായ അങ്ങ് മഞ്ജോത്തമനുമാണ്. മാനാധീനനും, അതായത് മാനാപമാനങ്ങൾ ബാധിക്കാത്തവൻ, മാനവനും മാധുര്യത്തിൻ്റെ സാരമായിട്ടുള്ളവനും മനോഹരനും ലക്ഷ്മീകാന്തനുമാണ്. യോഗികൾക്ക് ചിന്താവിഷയമായിട്ടുള്ളവനും യോഗികൾക്ക് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവനും മഹത്തായ ആത്മതത്വത്തിൽ രമിക്കുന്നവനും പരിപൂർണനും അച്യുതനും മനോഹരരൂപനും ലോകാഭിരാമനും സീതാഭിരാമനുമാണ്. ഇങ്ങനെയെല്ലാമുള്ള ശ്രീരാമചന്ദ്രനെ ഞാൻ എപ്പോഴും ഭജിക്കുന്നു. ബ്രഹ്മാവിൻ്റെ ഇപ്രകാരമുള്ള സ്തുതി കേട്ട് ശ്രീരാമൻ സന്തോഷിച്ചിരിക്കുമ്പോൾ ലോകങ്ങൾക്കെല്ലാം ആശ്രയമായിട്ടുള്ളവളും ആശ്രിത വത്സലയുമായ സീതാദേവിയെ അഗ്നി ഭഗവാൻ കൊണ്ടുവന്ന് കാഴ്ചവെച്ച് വന്ദിച്ചു. അതുകണ്ട് സകലരും അത്ഭുതപ്പെട്ടു. അഗ്നി ഭഗവാൻ പറഞ്ഞു, രാവണവധത്തിന് വേണ്ടി വനത്തിൽ വെച്ച് അങ്ങ് എന്നെ ഏൽപ്പിച്ച ദേവിയെ സംശയമൊന്നും കൂടാതെ സ്വീകരിച്ചാലും 3 ലോകങ്ങളിലെയും ദുഃഖം ഇല്ലാതായി. ശ്രീരാമൻ അഗ്നിദേവനെ പൂജിച്ചിട്ട് സീതയെ സ്വീകരിച്ച് മടിയിലിരുത്തി. സീതാസമേതനായ ശ്രീരാമൻ വളരെയധികം ശോഭിച്ചു. ഇനി ദേവേന്ദ്രൻ്റെ സ്തുതി. ദേവസംഘത്തോടു കൂടി വന്ന് ഇന്ദ്രൻ ശ്രീരാമനെ സ്തുതിച്ചു. പ്രഭു രാമചന്ദ്ര, രക്ഷിച്ചാലും എന്നെ രക്ഷിച്ചാലും ഞങ്ങളെ രക്ഷിക്കാൻ കാരുണ്യ പീയൂഷത്തിൻ്റെ സമുദ്രമായ അങ്ങല്ലാതെ വേറെ ആരാണുള്ളത്? അങ്ങയുടെ തിരുനാമം എപ്പോഴും ജപിക്കാൻ എനിക്ക് തോന്നണമേ. അങ്ങയുടെ അമൃത സമാനമായ കഥകൾ നിത്യവും കേൾക്കാനും പറയാനും എനിക്ക് ഭാഗ്യമുണ്ടാകാൻ അനുഗ്രഹിക്കണേ, അല്ലെങ്കിൽ എനിക്ക് അവസരമുണ്ടാകാൻ അനുഗ്രഹിക്കണമേ. യോഗമൂർത്തിയായ സീതാവല്ലഭ ശ്രീ പരമേശ്വരൻ പോലും അങ്ങയുടെ രാമരാമ എന്ന തിരുനാമങ്ങൾ നിത്യവും ജപിക്കുന്നു. ആത്മശുദ്ധിക്ക് വേണ്ടി അദ്ദേഹം അവിടുത്തെ പാദതീർത്ഥം എപ്പോഴും ശിരസിൽ ധരിക്കുന്നു. ഇങ്ങനെ പലതും പറഞ്ഞു സ്തുതിക്കുന്ന ദേവേന്ദ്രനോട് ശ്രീരാമൻ പറഞ്ഞു, മരിച്ച വാനരന്മാരെ മുഴുവൻ ഒരു പ്രയാസവുമില്ലാതെ ജീവിപ്പിക്കണം. വാനരന്മാർ ഭക്ഷിക്കുന്ന പഴങ്ങളെല്ലാം മധുരമുള്ളതായി തീരണം. അവർക്ക് കുടിക്കാൻ നദികളെല്ലാം തേനായി ഒഴുകണം. അതായത് അവർ കുടിക്കുമ്പോൾ നദീജലമെല്ലാം മധുരമായി തോന്നണം. എല്ലാം അവിടുന്ന് അരുളി ചെയ്തതുപോലെ മംഗളകരമായി തീരട്ടെ എന്ന് ഇന്ദ്രൻ അനുഗ്രഹിച്ചു. മരിച്ച വാനരന്മാർ നന്നായി ഉറങ്ങി എഴുന്നേറ്റവരെ പോലെ എഴുന്നേറ്റ് ശ്രീരാമനെ വണങ്ങി. അപ്പോൾ ചന്ദ്രചൂടനായ ശ്രീ പരമേശ്വരൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, അങ്ങയുടെ പിതാവായ ദശരഥൻ അങ്ങയെ കാണാൻ ഇതാ വന്നിരിക്കുന്നു, പോയി വന്ദിക്കൂ. അത് കേട്ട ശ്രീരാമൻ സംഭ്രമത്തോട് ചെന്ന് അച്ഛനെ വണങ്ങി. ലക്ഷ്മണനും സുമിത്രയും ദശരഥനെ വണങ്ങി. മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുന്ന പരമപുരുഷനായ മകനെ, അതായത് ശ്രീരാമനെ, ദശരഥൻ മുറുകെ പുണർന്ന് ശിരസിൽ ചുംബിച്ചു.
ലക്ഷ്മണനെയും സീതയെയും ആലിംഗനം ചെയ്തു. ആനന്ദമഗ്നനായ ദശരഥൻ ജ്ഞാനസ്വരൂപനായ ശ്രീരാമനോട് പറഞ്ഞു, എൻ്റെ മകനായി പിറന്ന നിർമ്മലമൂർത്തി, അങ്ങയെ ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ജനന മരണാദി ദുഃഖങ്ങളെല്ലാം തീർന്നു. പാപനാശകനായ കാരുണ്യമൂർത്തി, അങ്ങയുടെ മഹാമായ ഇനി എന്നെ മോഹിപ്പിക്കരുത്. അച്ഛൻ്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ സന്തോഷത്തോടെ അദ്ദേഹത്തെ യാത്രയാക്കി. ഇന്ദ്രാദിദേവകളോടൊന്നിച്ച് ദശരഥൻ അമരാവതിയിലേക്ക് പോയി. ശ്രീരാമനെ വന്ദിച്ച് അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് ബ്രഹ്മാവ് സത്യലോകത്തിലേക്ക് തിരിച്ചു. ശ്രീപാർവതിയുമൊത്ത് ശ്രീ പരമേശ്വരൻ വിഷഭാരൂഢനായി സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ശ്രീരാമൻ്റെ അനുമതിയോടെ നാരദൻ തുടങ്ങിയ മഹാമുനിമാരും പങ്കജാക്ഷനെ വാഴ്ത്തിക്കൊണ്ട് ആകാശചാരികളും തിരിച്ചുപോയി. ഇനി അയോധ്യയിലേക്കുള്ള യാത്ര. പിന്നീട് ഭക്തനായ വിഭീഷണൻ ശ്രീരാമനെ വണങ്ങിയിട്ട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ എന്നെക്കുറിച്ച് അല്പമെങ്കിലും വാത്സല്യമുണ്ടെങ്കിൽ ലക്ഷ്മീ ദേവിയായ സീതയോടൊപ്പം സസന്തോഷം മംഗലസ്നാനം നടത്തണം. അനന്തരം ഇവിടെ നടക്കുന്ന ആഘോഷപൂർവമായ വിരുന്നിലും പങ്കെടുത്ത് നാളെ വേണമെങ്കിൽ അയോധ്യയിലേക്ക് തിരികെ എഴുന്നള്ളാം. ഇത് കേട്ട ശ്രീരാമൻ പറഞ്ഞു, എൻ്റെ അനുജനായ ഭരതൻ സഹോദരനായ ശത്രുഘ്നനോടൊത്ത് ആദിയോടെ എന്നെ കാത്തിരിക്കുന്നുണ്ട്. അവനോട് ഒന്നിച്ചല്ലാതെ ഞാൻ ആഘോഷങ്ങളിൽ ഒന്നും പങ്കെടുക്കുകയില്ല. മറ്റൊരു രാജ്യത്ത് പോയി വസിക്കുക, സ്നാനം, ഭോജനം മുതലായവയിൽ പങ്കുകൊള്ളുക തുടങ്ങിയവയെല്ലാം അവനോടൊപ്പമേ ചെയ്യുകയുള്ളൂ. 14 വർഷം എന്ന് തികയുമെന്ന് നോക്കി അവൻ കാത്തിരിക്കുകയാണ്. അന്ന് ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ പിറ്റേ ദിവസം അവൻ തീയിൽ ചാടി മരിക്കും. അതുകൊണ്ടാണ് പോകാൻ ഞാൻ തിടുക്കം കൂട്ടുന്നത്. സമയം ഏതാണ്ട് അടുത്തു കഴിഞ്ഞു. അവിടെ ചെന്ന് എത്താനും പ്രയാസമാണ്. നിന്നോട് എനിക്ക് വാത്സല്യക്കുറവൊന്നുമില്ല. നീ വാനരന്മാരെ സൽക്കരിക്കുക. അവർക്ക് പ്രീതിയുണ്ടായാൽ എനിക്ക് സന്തോഷമായി. അതിന് സംശയമൊന്നുമില്ല. വാനരവീരന്മാരെ പൂജിച്ചാൽ എന്നെ പൂജിച്ച ഫലം ലഭിക്കും. വാനരന്മാർക്ക് മതിവരും വരെ കുടിക്കാനും ഭക്ഷിക്കാനും വേണ്ടതെല്ലാം നൽകി. കൂടാതെ സ്വർണ്ണാഭരണങ്ങൾ, രത്നങ്ങൾ, വസ്ത്രങ്ങൾ മുതലായവയും വേണ്ടുവോളം നൽകി. അനന്തരം വിഭീഷണൻ വാനരന്മാരുമായി ചെന്ന് ശ്രീരാമനെ വണങ്ങി. അയോധ്യയിൽ വേഗം ചെന്നെത്താൻ പുഷ്പകവിമാനമുണ്ടല്ലോ. രാക്ഷസരാജാവായ വിഭീഷണൻ പറഞ്ഞത് കേട്ട് താല്പര്യപൂർവ്വം ശ്രീരാമൻ പറഞ്ഞു, സമയത്ത് തന്നെ വിമാനം വരുത്തുക. അപ്പോൾ കുബേരൻ്റെ വാഹനമായ പുഷ്പകവിമാനം ശ്രീരാമൻ്റെ മുമ്പിലെത്തി വന്ദിച്ചു നിന്നു. സീതാ, ലക്ഷ്മണൻ എന്നിവരോടുകൂടി ശ്രീരാമൻ വിമാനത്തിൽ കയറി. സുഗ്രീവൻ തുടങ്ങിയ വാനരന്മാരോടും രാക്ഷസരാജാവായ വിഭീഷണനോടും ആദരപൂർവ്വം പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു, ഞാൻ അയോധ്യയിലേക്ക് വേഗം പോകുകയാണ്. നല്ല മിത്രങ്ങളുടെ കർത്തവ്യമാണ് നിങ്ങൾ അനുഷ്ഠിച്ചത്. നിങ്ങൾക്കിനി ശത്രുഭയം ഉണ്ടാകുകയില്ല. വാനരരാജാവായ മഹാമനസ്കനായ നീ കിഷ്കിന്ധയിൽ ചെന്ന് സസുഖം വാഴുക. രാക്ഷസരാജാവായ വിഭീഷണ, നീ ലങ്കയിൽ ചെന്ന് ബന്ധുക്കളോടൊപ്പം വസിക്കുക. ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വണക്കത്തോടെ അവർ പറഞ്ഞു, അയോധ്യയിലേക്ക് വന്ന കൗസല്യ തുടങ്ങിയ അമ്മമാരെയും കണ്ടു വന്ദിച്ച് മംഗളകരമായ അഭിഷേകവും ദർശിച്ച് അവരവരുടെ നാടുകളിലേക്ക് പോകാൻ ഞങ്ങളെ കൂടി അനുവദിക്കണം. അപ്രകാരമായാലേ ഞങ്ങളുടെ മനോവിഷമം തീരൂ. ശ്രീരാമൻ പറഞ്ഞു, അതുതന്നെയാണ് എൻ്റെയും ആഗ്രഹം. നിങ്ങൾക്കും അപ്രകാരം തോന്നിയത് അത്ഭുതം തന്നെ. അങ്ങനെയായാൽ സുഹൃത്തുക്കളെ വേർപിരിയുന്നത് കൊണ്ടുള്ള ദുഃഖം ഇപ്പോൾ ആർക്കും ഉണ്ടാകേണ്ട. എങ്കിൽ വന്ന് വിമാനം കയറുക. ശ്രീരാമൻ്റെ ആജ്ഞയനുസരിച്ച് സേനാസമേതം വിഭീഷണനും വാനരന്മാരോടുകൂടി സുഗ്രീവനും വിമാനത്തിൽ കയറി. സംസാരനാശകനായ ശ്രീരാമൻ്റെ അനുവാദത്തോടെ ഹരയന്നത്തെ പോലെ പുഷ്പക വിമാനം പറന്നുയർന്നു. വിഭീഷണൻ, സുഗ്രീവൻ, ലക്ഷ്മണൻ, സീത എന്നിവരോട് കൂടിയ ശ്രീരാമനാൽ ശോഭിതമായി കുബേരൻ്റെ വാഹനമായ പുഷ്പക വിമാനം ആകാശത്തിൽ, അതായത് ചക്രവാളത്തിൽ സൂര്യബിംബം പോലെ മനോഹരമായി കാണപ്പെട്ടു. സീതയെ മടിയിലിരുത്തിക്കൊണ്ട് ശ്രീരാമൻ നാലുപാടും നോക്കി ഇങ്ങനെ പറഞ്ഞു, വല്ലഭേ, ജനകാത്മജി, കേൾക്കൂ. ത്രികൂടപർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്ന ലങ്കാപുരം നോക്കൂ. അതാ അവിടെയാണ് ചളി പോലെ കുഴഞ്ഞ ചോരയും അസ്ഥി, മാംസം എന്നിവയും നിറഞ്ഞ ഭയങ്കരമായ പോർക്കളം. ഇവിടെ വെച്ചാണ് രാക്ഷസന്മാരും വാനരന്മാരും തമ്മിൽ ഘോര സമരം നടന്നത്. നീ നിമിത്തം എൻ്റെ ശരമേറ്റ് രാവണൻ മരിച്ചു വീണത് ഇവിടെയാണ്. കുംഭകർണനും മകരാക്ഷനും എൻ്റെ അമ്പുകൊണ്ട് മരിച്ചതും ഇവിടെ വെച്ച് തന്നെ. ലക്ഷ്മണൻ്റെ അമ്പേറ്റ് ഇന്ദ്രജിത്തും അധികായനും വീണു മരിച്ച സ്ഥലവും ഇതാണ്. മറ്റുള്ള രാക്ഷസന്മാരെ വാനരന്മാർ കൊന്നതും ഇവിടെ വെച്ചാണ്. ഇതാ നോക്കൂ, കടലിൽ ചിറകെട്ടിയിരിക്കുന്നത്. ഈ സേതു നിർമ്മിച്ചിരിക്കുന്നത് നീ കാരണമാണ്. 3 ലോകങ്ങളും പൂജിക്കുന്ന ഈ സേതു 5 മഹാപാപങ്ങളെയും നശിപ്പിക്കുന്ന പുണ്യതീർത്ഥമാണ്. ഇത് കണ്ടാൽ പോലും പാപങ്ങൾ നശിക്കും. അതിനപ്പുറമായി കാണുന്നത് രാമേശ്വരമാണ്. ഇവിടെ ഞാൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള പന്നകഭൂഷണനായ ശ്രീ പരമേശ്വരനെ വണങ്ങുക. ഉത്തമനായ വിഭീഷണൻ ഇവിടെ വന്നാണ് എന്നെ ശരണം പ്രാപിച്ചത്. നോക്കൂ, മുന്നിൽ കാണുന്നത് കിഷ്കിന്ധ എന്ന വാനര നഗരമാണ്. ഭർത്താവ് പറഞ്ഞ മനോഹരമായ വാക്കുകൾ കേട്ടിട്ട് സീതാദേവി ഇങ്ങനെ
താര മുതലായ വാനരസുന്ദരിമാരെ കണ്ട് അവരെ കൂടി നമുക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ അയോധ്യാനിവാസികൾക്ക് വളരെ കൗതുകമുണ്ടാകും. വാനരവീരന്മാർ കുറച്ചു നാളായി ഭാര്യമാരെ പിരിഞ്ഞിരിക്കുകയാണല്ലോ. ഈ 3 ലോകത്തിലും എന്നെപ്പോലെ ഭർതൃവിരഹ ദുഃഖം അറിഞ്ഞിട്ടുള്ളവർ ആരുണ്ട്? അതുകൊണ്ട് ഇവരുടെ ഭാര്യമാരെ കൂടി ഇന്ന് നമുക്ക് കൂട്ടിക്കൊണ്ടുപോകാം. ത്രൈലോക്യനാഥനായ ശ്രീരാമൻ്റെ അഭിപ്രായം മനസ്സിലാക്കി വിമാനം പതുക്കെ പതുക്കെ ഭൂമിയിലേക്ക് താഴുന്നത് കണ്ട് ശ്രീരാമൻ അരുളി ചെയ്തു: വാനരവീരന്മാരെ, നിങ്ങളെല്ലാവരും പോയി അവരവരുടെ ഭാര്യമാരെ വേഗം വിളിച്ചു വരുത്തുവിൻ. വാനരവീരന്മാർ അത് കേട്ടിട്ട് വളരെ സന്തോഷപൂർവ്വം കിഷ്കിന്ധയിലെത്തി താന്താങ്ങളുടെ ഭാര്യമാരെ കൂട്ടിക്കൊണ്ടുവന്ന് വിമാനത്തിൽ കയറ്റി. പിന്നാലെ വാനരന്മാരും കയറി. പൂമകളായ സീതാദേവി, താര, രുമ തുടങ്ങിയ വാനര സ്ത്രീകളെ നോട്ടം, സംഭാഷണം, പുഞ്ചിരി, ഗാഢാലിംഗനം, പുരികത്തിൻ്റെ ചലനം മുതലായവയോടെ സസന്തോഷം സ്വീകരിച്ചു. വിമാനം ഉടനെ യാത്ര തുടർന്നു. ലോകനാഥനായ ശ്രീരാമൻ പരമാനന്ദത്തോടെ സീതയോട് പറഞ്ഞു: ദേവി, വളരെ പൊക്കമുള്ളതും മനോഹരവും വിചിത്രവുമായ ഋഷ്യമൂകാചലം കാണുക. ഇവിടെ വെച്ചാണ് ഞാൻ ബാലിയെ വധിച്ചത്. സുന്ദരി, നാം വധിച്ചിരുന്ന പഞ്ചവടിയാണ് ഈ കാണുന്നത്. ഇത് അഗസ്ത്യാശ്രമമാണ്. അതും ഇക്കാണുന്ന സുധീഷ്ണാശ്രമവും വന്ദിക്കുക. പണ്ട് നാം വധിച്ചിരുന്ന ചിത്രകൂടാചലമാണ് ഇത്. നാം ഭരതനെ കണ്ടത് ഇവിടെ വെച്ചാണ്. ഭദ്രേ, ഇനി യമുനാതടത്തിൽ ശോഭിക്കുന്ന പാവനമായ ഭരദ്വാജാശ്രമം കാണുക. അതിനപ്പുറം ഗംഗാനദി നോക്കുക. അതിനപ്പുറം കാണുന്നത് ഗുഹൻ വാഴുന്ന ശൃംഗിവേരപുരമാണ്. പിന്നെ കാണുന്നത് സരയൂ നദിയാണ്. അതിനപ്പുറമാണ് ധന്യമായ അയോധ്യ നഗരം. ശ്രീരാമൻ ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മനസ്സിലാക്കി വിമാനം താണു. ശ്രീരാമൻ ഭരദ്വാജ മുനിയെ വന്ദിച്ചു. മഹർഷി സസന്തോഷം ശ്രീരാമനെ അനുഗ്രഹിച്ചു. അപ്പോൾ ശ്രീരാമൻ മഹർഷിയോട് ചോദിച്ചു: മഹർഷി, അയോധ്യയിൽ ആർക്കും ദുഃഖമൊന്നും ഇല്ലല്ലോ? അമ്മമാർക്കും ആചാര്യന്മാർക്കും സഹോദരന്മാർക്കും സുഖമല്ലേ? അത് കേട്ട മഹർഷി പറഞ്ഞു: അയോധ്യയിൽ ആർക്കും ഒരു തരത്തിലുള്ള ദുഃഖവുമില്ല. ഭരതനും ശത്രുഘ്നനും എല്ലാ ദിവസവും ശുദ്ധിയോടെ ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് ജടയും മരവുരിയും ധരിച്ച് ഭക്തിയോടെ സത്യസ്വരൂപനായി നിന്നെയും പ്രതീക്ഷിച്ച് കഴിയുന്നു. സിംഹാസനത്തിൽ നിന്റെ പാദുകം വെച്ച് പുഷ്പാർച്ചന നടത്തി മോഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് സകല കർമ്മങ്ങളും അതിൽ സമർപ്പിച്ച് എല്ലാവർക്കും സമ്മതരായി വസിക്കുന്നു. ജ്ഞാനസ്വരൂപനായ പ്രഭു, നിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സീതാപഹരണം, സുഗ്രീവസഖ്യം, രാക്ഷസവധം, യുദ്ധരീതികൾ, ഹനുമാന്റെ യുദ്ധപരാക്രമം ഇതെല്ലാം ഞാൻ ഉൾക്കണ്ണുകൊണ്ട് കണ്ടു. അങ്ങ് ആദിമധ്യാന്തങ്ങളില്ലാത്ത, അതിരുകളൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ ഒന്നും അറിയാൻ പാടില്ലാത്ത സാക്ഷാൽ പരബ്രഹ്മമാണ്. അങ്ങ് മോക്ഷപ്രദനും നാരായണനുമായ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. സീത ലക്ഷ്മി ഭഗവതിയും ലക്ഷ്മണൻ അനന്തനുമത്രേ. ഇന്ന് അവിടുത്തെ പാദസ്പർശം കൊണ്ട് എൻ്റെ ആശ്രമം ശുദ്ധമാക്കണം. മുനിയുടെ കർണാമൃതമായ വാക്കുകൾ കേട്ട് ശ്രീരാമൻ പർണശാലയ്ക്കകത്ത് പ്രവേശിച്ചു. മഹർഷി ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും പൂജിച്ചു. മുനിയുടെ സൽക്കാരം ശ്രീരാമനെ സന്തുഷ്ടനാക്കി. ഈ അനുമൽ ഭരത സംവാദം. പിന്നീട് ഒരു മുഹൂർത്തം ആലോചിച്ചതിന് ശേഷം ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞു: നീ അയോധ്യയിൽ പോയി ഭരതനെ കണ്ട് വിശേഷങ്ങളെല്ലാം അറിഞ്ഞു വരണം. എൻ്റെ വൃത്താന്തമെല്ലാം ഒന്നൊഴിയാതെ ഭരതനോട് പറയണം. പോകുന്ന വഴിക്ക് ഗുഹനെ കണ്ട് രഹസ്യമായി വിവരങ്ങൾ അറിയിക്കണം. ഹനുമാൻ മനുഷ്യവേഷം ധരിച്ച് ഗുഹനെ കണ്ട് ശ്രീരാമൻ്റെ വിവരങ്ങളെല്ലാം അറിയിച്ചു. അനന്തരം വേഗം നന്ദിഗ്രാമത്തിലെത്തി ഭക്തനായ ഭരതനെ കണ്ടു വണങ്ങി. സിംഹാസനത്തിൽ ശ്രീരാമൻ്റെ പാദുകം വെച്ച് ഭജിച്ച് സദാ ശ്രീരാമനെ ധ്യാനിച്ച് ശുദ്ധനായി ജടയും മരവുരിയും ധരിച്ച് ഫലമൂലങ്ങൾ ഭക്ഷിച്ച് കൃശരീരനായി കഴിയുന്ന ഭരതനോട് ഹനുമാന് വളരെ ബഹുമാനം തോന്നി. ഇത്ര ഭക്തിയുള്ളവർ ലോകത്ത് വേറെ ഇല്ല എന്ന് വിചാരിച്ച് ഭരതനെ വണങ്ങി. വിനയത്തോടെ മധുരമായി ഇങ്ങനെ പറഞ്ഞു: അല്പനിമിഷത്തിനകം നിൽക്കി ജ്യേഷ്ഠനെ മുമ്പിൽ കാണാം. സീത, ലക്ഷ്മണൻ, വാനര സൈന്യം, സുഗ്രീവൻ, വിഭീഷണൻ, രാക്ഷസപ്പട എന്നിവരോടൊത്ത് ദയാവരനായ അദ്ദേഹം ഉടനെ ഇവിടെ പുഷ്പവിമാനത്തിൽ വന്നിറങ്ങും. രാവണനെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുത്ത് ദേവന്മാരാൽ വന്ദിതനായ ശ്രീരാമനെ കണ്ടു വണങ്ങി ദുഃഖമെല്ലാം തീർന്ന് ഇനി നിനക്ക് വളരെ കാലം വസിക്കാം. ഇത് കേട്ട് സന്തോഷാധിക്യത്താൽ ഭരതൻ ബോധം കെട്ടു വീണു. അല്പം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ ഭരതനെ പലരും ആശ്വസിപ്പിച്ചു. ഹനുമാനെ മുറുകെ പുണർന്ന് ശിരസിൽ ചുംബിച്ചിട്ട് സന്തോഷക്കണ്ണീർ കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു: അങ്ങ് ആരാണ്? ദേവോത്തമനോ നരോത്തമനോ? എന്നെപ്പറ്റി ഇത്ര കാരുണ്യത്തോടെ പ്രിയങ്കരമായ വാക്കുകൾ പറഞ്ഞതിന് സന്തോഷപൂർവ്വം ഉചിതമായ സമ്മാനം തരാൻ എൻ്റെ കൈവശം ഒന്നുമില്ല. എൻ്റെ ദുഃഖമകറ്റിയ അങ്ങേക്ക് സ്വർണ്ണമയമായ മഹാമേരുവോടുകൂടിയ ലോകം മുഴുവൻ സമ്മാനമായി തന്നാലും മതിയാവുകയില്ല. എങ്കിലും ആനന്ദപ്രദമായ രാമകീർത്തനം ചൊല്ലൂ. വനുവംശനാഥന് വനത്തിൽ വാനരന്മാരുമായി സഖ്യമുണ്ടായത് എങ്ങനെ? സീതാദേവിയെ രാക്ഷസനായകനായ രാവണൻ കട്ടുകൊണ്ടുപോയത് എങ്ങനെ?
സീതാദേവിയെ രാക്ഷസനായകനായ രാവണൻ കട്ടുകൊണ്ടുപോയത് എങ്ങനെ? ഭരതന്റെ ചോദ്യങ്ങൾക്ക് ഹനുമാൻ ഇങ്ങനെ ഉത്തരം പറഞ്ഞു. നിങ്ങൾ ചിത്രകൂട പർവ്വതത്തിൽ നിന്നും ദുഃഖത്തോടെ പിരിഞ്ഞതിനു ശേഷം ഇന്ന് വരെയുള്ള കാര്യങ്ങൾ സന്തോഷത്തോടെ വിശദമായി ഞാൻ പറഞ്ഞു തരാം, കേട്ടുകൊള്ളുക. തുടർന്ന് ശ്രീരാമന്റെ പൗത്രവും ക്ഷേത്രവുമായ ചരിത്രം മുഴുവൻ ഹനുമാൻ വിവരിച്ചു കേൾപ്പിച്ചു. അതിവിചിത്രമായ സംഭവങ്ങൾ കേട്ട ശത്രുഘ്നനും ബന്ധുജനങ്ങളും മന്ത്രിമാരും ഭൃത്യരുമെല്ലാം അത്ഭുത പരവശരായി. ഇനി അയോധ്യാപ്രവേശം എന്ന ഭാഗം നാളെ. എല്ലാവർക്കും നമസ്കാരം.